ശുഭരാത്രി മഹാശിവരാത്രി ശിവപാദപൂജയേകിടുന്ന രാത്രി ശ്രീശൈല നന്ദിനിക്കു ശിവമയ രാത്രി ശ്രീഭദ്രകാളിക്കും ശ്രീ ശിവരാത്രി
ഹര ഹരോ എന്ന് ഒരു മുறை വന്നു കൂകിനാർ സകല വിനകളും സകല പിഴകളും സകല ദുരകളും അകലുവാ. തന്നനാനനെ താനനാനനെ താനനാനനെ താനാനോ തന്നനാനനെ താനനാനനെ താനനാനനെ താനാനോ. പഴനിയാണ്ടവാ ഹര ഹരോ എന്ന് ഒരു മുறை വന്നു കൂകിനാർ സകല വിനകളും സകല പിഴകളും സകല ദുരുകളും അകലുവാ. തന്നനാനനെ താനനാനനെ താനനാനനെ താനാനോ തന്നനാനനെ താനനാനനെ താനനാനനെ താനാനോ. മലയിൽ വാഴുവൻ പഴനി മുരുകനെ മനതിലൊന്നു നിരപ്പിതേ മനമലിഞ്ഞൊന്നു കരുണ ചൊരിയുവ കാൽക്കരേഖ പിടിപ്പതേ. തന്നനാനനെ താനനാനനെ താനനാനനെ താനാനോ തന്നനാനനെ താനനാനനെ താനനാനനെ താനാനോ. പഴനിയാണ്ടവാ ഹര ഹരോ എന്ന് ഒരു മുறை വന്നു കൂകിനാർ സകല വിനകളും സകല പിഴകളും സകല ദുരുകളും അകലുവാ. തന്നനാനനെ താനനാനനെ താനനാനനെ താനാനോ തന്നനാനനെ താനനാനനെ താനനാനനെ താനാനോ. മയിലുകൾ ഏറി മനിത മനസ്സിന്റെ കനവതിൽ വന്നു പാക്കവേ ഒരു തടയുന്ന ദർശനം തന്നു സകല ദുരിതവും തീർക്കണേ. തന്നനാനനെ താനനാനനെ താനനാനനെ താനാനോ തന്നനാനനെ താനനാനനെ താനനാനനെ താനാനോ. പളനി നായക പാർവതി സുധാ നാവിൽ വന്നു വിളങ്ങണേ ശ്രവണ വീതിയിൽ വരവദേകി പരമകോടിയിൽ നിർത്തണേ. തന്നനാനനെ താനനാനനെ താനനാനനെ താനാനോ തന്നനാനനെ താനനാനനെ താനനാനനെ താനാനോ. ചെറിയ നാട്ടിലെ ബാലമുരുകന്റെ നടയിൽ വ്രതമെടുത്തെത്തിടാം ചിത്തശുദ്ധിയോടും നടയിൽ ഭസ്മകാവടിയുമാടിടാം. തന്നനാനനെ താനനാനനെ താനനാനനെ താനാനോ തന്നനാനനെ താനനാനനെ താനനാനനെ താനാനോ. ചെറിയ നാട്ടിലെ ബാലമുരുകന്റെ നടയിൽ വ്രതമെടുത്തെത്തിടാം ചിത്തശുദ്ധിയോടും നടയിൽ ഭസ്മകാവടിയുമാടിടാം. തന്നനാനനെ താനനാനനെ താനനാനനെ താനാനോ തന്നനാനനെ താനനാനനെ താനനാനനെ താനാനോ. തിരുശങ്കരനിലും പഴനിമലയിലും മരുതമലയിലും ഷൺമുഖ ഉള്ളുമുരുകിയും അരുളും വേടി വന്നെത്തിടും നേരുമേഴകൾ. തന്നനാനനെ താനനാനനെ താനനാനനെ താനാനോ തന്നനാനനെ താനനാനനെ താനനാനനെ താനാനോ. പഴനിയാണ്ടവാ ഹര ഹരോ എന്ന് ഒരു മുறை വന്നു കൂകിനാർ സകല വിനകളും സകല പിഴകളും സകല ദുരുകളും അകലുവാ. തന്നനാനനെ താനനാനനെ താനനാനനെ താനാനോ തന്നനാനനെ താനനാനനെ താനനാനനെ താനാനോ. പഴനിയാണ്ടവാ ഹര ഹരോ എന്ന് ഒരു മുறை വന്നു കൂകിനാർ സകല വിനകളും സകല പിഴകളും സകല ദുരുകളും അകലുവാ. തന്നനാനനെ താനനാനനെ താനനാനനെ താനാനോ തന്നനാനനെ താനനാനനെ താനനാനനെ താനാനോ. ഓടക്കൂഴൽ നാദം കേട്ടുവോ എന്റെ കോടക്കാർ വന്നനിങ്ങണഞ്ഞുവോ കാളിന്തി തീരത്തെങ്ങോ നാളിൽ കാത്തിടും മേളയ്ക്കരങ്ങൊരുങ്ങിയോ കണ്ണ കേലിക്കായി നീ അണഞ്ഞോ. ഓടക്കൂഴൽ നാദം കേട്ടുവോ എന്റെ കോടക്കാർ വന്നനിങ്ങണഞ്ഞുവോ കാളിന്തി തീരത്തെങ്ങോ നാളിൽ കാത്തിടും മേളയ്ക്കരങ്ങൊരുങ്ങിയോ
ഓടിക്കിടച്ചതാരോ എന്ന് തേടി ചോദിച്ചു നിന്നു.
ഗുരുതിക്കത്തി സമർപ്പണത്തെക്കുറിച്ച് നമ്മൾ എല്ലാവരും എല്ലാ കുത്തിയോട്ട വീട്ടിലും പോകുന്നുണ്ടെങ്കിലും ഇതിനെക്കുറിച്ച് ഇതുവരെ ആരും ബോധവാന്മാരല്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഗുരുതിക്കത്തി എന്തിനാണ് ഉപയോഗിക്കുന്നത് ആർക്കും അറിയത്തില്ലെന്ന് പറയുന്നില്ല. ആദ്യകാലങ്ങളിൽ ഉണ്ടായിരുന്ന ആശാന്മാർക്ക് ഇതിനെക്കുറിച്ച് വ്യക്തമായ അറിവും ധാരണയും ഉണ്ടായിരുന്നു. ഗുരുതിക്കത്തി ഉപയോഗിക്കാനുള്ള കാരണം, അല്ലെങ്കിൽ അമ്പലത്തിലേക്ക് ഈ ഗുരുതി കുഞ്ഞുങ്ങളുമായിട്ട് അങ്ങോട്ട് സഞ്ചരിക്കുന്ന വേളയിൽ അതിൻ്റെ അഗ്രങ്ങളിൽ പാക്ക് കുത്തി അത് കയ്യിൽ കൂപ്പി പിടിച്ചുകൊണ്ട് ഈ കുഞ്ഞുങ്ങൾ പോകുന്നത് എല്ലാവരും കണ്ടിട്ടുണ്ട്. പക്ഷേ എന്തിനാണ് ഇങ്ങനെ ഇത് കൊണ്ടുപോകുന്നത് എന്ന് അറിയാൻ വയ്യ. അറിയാവുന്നവർ ഉണ്ടോയെന്ന് സംശയം തന്നെ. അത് പല കാലങ്ങളായിട്ട് ഞാൻ എല്ലായിടവും ഇത് സമർപ്പിക്കുമ്പോൾ എനിക്ക് സംശയം തോന്നിയിട്ടുണ്ട്. എല്ലാവരും വളരെ നിസ്സാരമായിട്ടാണ് ഇതിനെ കാണാറ്. ഇതൊരു അടയാളം മാത്രമായിട്ട് കൊണ്ടുപോകുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് രണ്ട് വാക്ക് സംസാരിക്കാൻ തോന്നിയതാണ്. ഈ ഗുരുതി കുഞ്ഞുങ്ങളെന്ന് പറയുന്ന, അല്ലെങ്കിൽ നമ്മളെപ്പോലുള്ള മനുഷ്യരിൽ അടങ്ങിയിരിക്കുന്ന ആത്മാവ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ തേജസ് എന്ന് പറയുന്ന ഒരു അംശമുണ്ട്. ഈ അംശത്തെ ഭഗവാനോ ഭഗവതിയോ ലോകം തന്നെ സൃഷ്ടിച്ച ആർക്കും തന്നെയോ സമർപ്പിക്കുവാൻ കഴിയുകയില്ല. എന്ന് വെച്ചാൽ ഗുരുതി കൊടുക്കുവാൻ കഴിയില്ല. ആത്മാവിനെ ആർക്കും ഗുരുതി കൊടുക്കുവാൻ സാധിക്കില്ല. അതിനാൽ ഈ കുഞ്ഞുങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ആത്മാവിനെ വേർതിരിക്കുവാൻ വേണ്ടിയാണ് ഗുരുതിക്കത്തി നമ്മൾ ഉപയോഗിക്കുന്നത്. ഗുരുതിക്കത്തി ഉപയോഗിക്കുമ്പോൾ പാക്കിൻ്റെ അഗ്രത്ത്, കത്തിയുടെ അഗ്രത്ത് പാക്ക് കുത്തിവെക്കുവാൻ കാരണം ഈ കുഞ്ഞുങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ഈ ആത്മാവിനെ ആവാഹിച്ച് ഈ കത്തിയിലൂടെ നമ്മുടെ ഗുരുത്വപൂർണമായ പാക്കിലേക്ക് ഇതിനെ സമർപ്പിച്ച് അതിൽ തന്നെ നിലനിർത്തുകയാണ്. അങ്ങനെ നിലനിർത്തുന്നത് മൂലം ഈ കുഞ്ഞിൽ അടങ്ങിയിരിക്കുന്ന തേജസ് കുറേ സമയങ്ങളിലേക്ക്, ഈ ചടങ്ങ് നടക്കുന്ന ആ സമയങ്ങളിലേക്ക് ഇത് വേർതിരിച്ച് നിർത്തുന്നതിനാണ് ഇത് ഉപയോഗിക്കുന്നത്. അത് ആ കുഞ്ഞുങ്ങളുടെ കയ്യിൽ തന്നെയാണ് അത് കൊടുത്തിരിക്കുന്നത്. നിൻ്റെ ആത്മാവ് നിന്നിൽ തന്നെ, നിൻ്റെ കൈകളിൽ തന്നെ സുരക്ഷിതമാണ് എന്നുള്ളതിനുള്ള അടയാളമാണ്. അത് മനസ്സിലാക്കണമെങ്കിൽ ഈ യാത്രയിൽ നമ്മൾ ഈ കുഞ്ഞുങ്ങളെ ശ്രദ്ധിച്ചാലറിയാം. തന്നിലുള്ള ആത്മാവിലേക്ക് തന്നെ ദൃഷ്ടി പതിപ്പിച്ചുകൊണ്ട് ഈ ചടങ്ങിൽ വേദനയും മറ്റും അറിയുമെന്നുള്ള ഒരു കാര്യം നമുക്കറിയാം. പക്ഷേ എങ്കിൽ പോലും ഈ കുഞ്ഞുങ്ങൾ അതിൻ്റെ ആത്മാവിലേക്ക് തന്നെയാണ് അതിൻ്റെ ദൃഷ്ടി പതിപ്പിച്ചത്.